786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയതിന്റെ ശേഷം 12 തവണ സൂറത്തു ശർഹ് അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്ത് ഓതി ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ദുആ 118 തവണ നമുക്ക് സൗകര്യമാകുന്ന സമയം കൊണ്ട് ചൊല്ലി തീർത്ത് അവന്റെ ഏത് ആഗ്രഹങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും. ഇത് മഹാന്മാർ ചെയ്ത അവർക്ക് ഫലം ലഭിച്ച വളരെ പവിത്രമേറിയ ഒരു അമലാണ്. ആ അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയമായി നാം സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹുവിലേക്ക് തഖ്വയിൽ ജീവിക്കാനും ശിഷ്ടകാലം റബ്ബിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ദുആ കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ 12,000 ബിസ്മിയുടെ അമല് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കാണുകയും ആയിരങ്ങൾ ആ അമലുകൾ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് നല്ല റിസൾട്ടുകൾ ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമല് ചെയ്ത നിരവധി ആളുകൾക്ക് നല്ല റിസൾട്ട് നൽകി. എത്രയോ ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായി. അത്ഭുതകരമാകുന്ന രൂപത്തിൽ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കിട്ടി. വിവാഹം നടക്കാതെ പ്രയാസപ്പെട്ടിരുന്നവരുടെ വിവാഹങ്ങൾ നടന്നു. അതെങ്ങനെയാണ്? നമ്മൾ ബിസ്മി കൊണ്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വലിയ ബറക്കത്തുണ്ടാകും. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു കാര്യങ്ങൾക്കും വലിയ ബറക്കത്തുണ്ടാകുന്നു. അത് തന്നെയാണ് അതിന്റെ കാരണം. ഞാൻ ഇന്ന് പറയുന്നത് ആ 12,000 ബിസ്മിയെ പോലെ തന്നെ നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു അമലാണ്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാല് വളരെ ഫലം ചെയ്യുന്ന ഒരു അമലാണ്. കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കണം. ഈ ബിസ്മിയുമായി ബന്ധപ്പെട്ട ബിസ്മി കൊണ്ടാണ് പല വിഷയങ്ങളും സാധിച്ചെടുക്കാൻ സാധിച്ചത് പലർക്കും. നമുക്കറിയാം, ബിസ്മി അവതരിച്ച സമയത്ത് പർവ്വതങ്ങളെല്ലാം കുലുങ്ങിപ്പോയി എന്നുള്ളതാണ്. ബിസ്മിക്ക് വലിയ അതിന്റെ ഒരു ഹൈബത്തുണ്ട്, അതിന്റെ ഒരു വഖാറത്തുണ്ട്. ഞാൻ ആ ബിസ്മിയുടെ അമലിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഇറക്കിക്കൊടുത്തത് ബിസ്മിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചു. പിന്നീട് ബിസ്മി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് പിന്നീട് ആ ബിസ്മി അവതീർണമാകുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ തുടക്കവും അതിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ അവസാനവും ഒക്കെ അത് ബിസ്മി കൊണ്ടായിരുന്നു, ബിസ്മി ചൊല്ലിക്കൊണ്ടായിരുന്നു. കപ്പൽ നമുക്കൊക്കെ അറിയാം, ജൂദി പർവ്വതത്തിലാണ് നങ്കൂരമിട്ടത്. ജൂദി പർവ്വതത്തിൽ കപ്പൽ അണഞ്ഞപ്പോൾ വീണ്ടും ബിസ്മിയെ ആകാശത്തേക്ക് ഉയർത്തി. പിന്നീട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അവതീർണമാകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് എന്ന ധിക്കാരി അഗ്നികുണ്ഡത്തിലേക്ക് എയ്തുവിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അഗ്നികുണ്ഡം കെട്ടടങ്ങി ചന്ദനച്ചാറ് പോലെ കുളിരായി മാറി. തുടർന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു. പിന്നെ ആ ബിസ്മി അവതരിക്കുന്നത് മഹാനരായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂരനും ധിക്കാരിയും അഹങ്കാരിയുമായ ഫിർഔനിന്റെ ശക്തമായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന സമയം വന്നപ്പോ അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ചെങ്കടൽ കടന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും ഒക്കെ രക്ഷപ്പെട്ടു. നമുക്കറിയ ചരിത്രം. ആക്രമിക്കാൻ വന്ന ഫിർഔനൊക്കെ അവരെ ചെങ്കടൽ വിഴുങ്ങി അവരെ മുക്കിക്കൊന്നു. ബിസ്മി അതിനുശേഷം വീണ്ടും ഉയർന്നു. വീണ്ടും അത് അവതരിക്കുന്നത് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിമൃഗാദികളെയും കാറ്റിനെയും മറ്റും കീഴടക്കി കൊടുത്തു. ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ കീഴടങ്ങാത്ത യാതൊന്നും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം കീഴടങ്ങിപ്പോയി. പിന്നെ അത് ഉയർന്നു. വീണ്ടും അത് അവതരിച്ചത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. ജന്മനാ അന്ധരായിരുന്ന, കാഴ്ചയില്ലാത്തവരായിരുന്ന, കുഷ്ഠരോഗം ബാധിച്ചിരുന്ന, മാറാവ്യാധികളൊക്കെ മഹാനരായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അത് മാറ്റിക്കൊടുത്ത
കൊടുത്തിരുന്നു. ബിസ്മി ചൊല്ലിയാൽ അതൊക്കെ സംഭവിച്ചിരുന്നു. ബിസ്മി കൊണ്ട് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിരുന്നു. മരണപ്പെട്ടവരൊക്കെ ജീവിപ്പിച്ചത് ബിസ്മി കൊണ്ടായിരുന്നു. അങ്ങനെ ബിസ്മി കൊണ്ട് മഹാനരായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും വലിയ അത്ഭുതങ്ങൾ കാണിച്ചു. ഒടുവിൽ അത് അവതരിച്ചത് അന്ത്യപ്രവാചകർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളോട് പറഞ്ഞത്, ഏതു കാര്യവും ബിസ്മി ചൊല്ലി നല്ല ഉദ്ദേശത്തോടു കൂടെ ചെയ്താൽ ആ കാര്യത്തിന് ബറക്കത്തുണ്ടാകുമെന്ന് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഏതു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ടാണ്. നമ്മൾ കേവലം 12,000 ബിസ്മിയുടെ മാത്രമല്ല പറയുന്നത്, ഏതു കാര്യവും ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി തുടങ്ങിയിട്ടാണ്. ഏതു കാര്യത്തിലാണ് ബിസ്മി ഇല്ലാതെ തുടങ്ങുന്നത് അതിന് ബറക്കത്തുണ്ടാവില്ല പ്രിയമുള്ളവരെ. ഇന്നൊക്കെ അത് മറന്നുപോയോ എന്ന് തോന്നുന്നു. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാം നമ്മൾ തന്നെ ഉറക്കെ ചൊല്ലി മക്കളെ കേൾപ്പിക്കണം. അപ്പൊ അവരും ചൊല്ലും, അവർ നമ്മളെ കണ്ടുപഠിക്കണം. അപ്പൊ അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, അവർ ഭക്ഷണം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ടാകും. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ എല്ലാ ഇടപെടലുകളിലും ബിസ്മി ചൊല്ലിയിട്ടാണ് ചെയ്യേണ്ടത്. മോൻക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പെണ്ണ് കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏതു നല്ല കാര്യത്തിന്റെ തുടക്കത്തിലും ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ അത് ബറക്കത്തുണ്ടാകുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കത് ചൊല്ലാവുന്നതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിയുടെ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബിസ്മി 21 വട്ടം ചൊല്ലിയാൽ പൈശാചിക വിഷമങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല, പെട്ടെന്നുള്ള മരണമുണ്ടാകുകയില്ല. എല്ലാ ആഫത്തുകളിൽ നിന്നും ആ രാത്രിയിൽ അവന് സുരക്ഷിതത്വം ലഭിക്കും. ഒരക്രമിയുടെ മുഖത്ത് നോക്കി 50 തവണ ബിസ്മി ഉരുവിട്ട് കഴിഞ്ഞാൽ അയാളുടെ അക്രമ സ്വഭാവങ്ങളൊക്കെ മാറിയിട്ട് അയാൾ അവിടെ നിന്ദ്യനായി മാറുന്നതാണ്. ഏതു തരത്തിലുള്ള വേദനക്കും ബിസ്മി 100 വട്ടം വീതം 3 നാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ അത് സുഖപ്പെടും എന്നുള്ളതാണ്. ബിസ്മിയുടെ ഒരുപാട് മഹത്വങ്ങളുണ്ട്, നമുക്കറിയാം. 786 തവണ ബിസ്മി എന്നുള്ളത് ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് നമ്മളോട് ഇഷ്ടം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ, സ്നേഹിക്കപ്പെടൽ ഹലാലായ ആളുകളൊക്കെ അത്തരം ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല സ്നേഹമുണ്ടാകും. അതേപോലെ തന്നെ ആ വെള്ളം ഒരു ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ മന്ദബുദ്ധിയായ ആളുകൾക്ക്, ഇങ്ങനെ ബുദ്ധി മറിഞ്ഞ ആളുകൾക്കൊക്കെ സൂര്യോദയ സമയത്ത് 7 നാൾ കുടിപ്പിച്ചാൽ അവരുടെ ആ മന്ദബുദ്ധിയൊക്കെ മാറിയിട്ട് നല്ല ബുദ്ധിയുള്ളവരായിട്ട് മാറും. ഇങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകൾ, ഇതൊക്കെ മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അമലുകളുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 786 തവണ ഓതിയിട്ട് സൂറത്തു ശർഹ് അലം നശ്റഹ് ലക സദ്റക ആ സൂറത്ത് 12 തവണ ചൊല്ലിയതിന്റെ ശേഷം ഈ പറയാൻ പോകുന്ന ദുആ 118 തവണ കൃത്യമായി എണ്ണം വെച്ച് ചൊല്ലി അവന്റെ ആഗ്രഹങ്ങൾ റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 12000 ബിസ്മിയുടെ അമൽ ചെയ്ത ആളുകളോടൊക്കെ പറയും, ഈ അമൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ അമലുകളും ചെയ്തു നോക്കുക. ഏതിലാണ് അല്ലാഹു നമുക്ക് ഖൈർ വെച്ചിട്ടുള്ളത് ആ കാരണമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ചില ഒരു റൂട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് കാമിലായ വുളു എടുത്തു വരിക. അത് തഹജ്ജുദ് നിസ്കാരമാവട്ടെ, ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴും തുടങ്ങാം. തഹജ്ജുദ് നിസ്കാരത്തിന് തുടങ്ങി വെക്കാം, എന്നിട്ട് ബാക്കിയുള്ള പിന്നെ ഇങ്ങനെ ചെയ്താൽ മതി. ആ സമയം ഇജാബത്ത് കിട്ടുന്ന സമയമാണല്ലോ. അപ്പൊ ഒരു തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഒരു ളുഹാ നിസ്കാരത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നത്ത് നിസ്കാരത്തിന് ശേഷം, ഇനി ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം. അപ്പോൾ ഞാനിപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിന്റെയാണ് പറയുന്നത്. കൂടുതൽ ഇജാബത്ത് കിട്ടാനുള്ള ഒരു സമയം അപ്പോഴാണല്ലോ. ഇനി നിങ്ങൾക്ക് ളുഹാ നിസ്കാരത്തിന് ശേഷം ചെയ്യാവുന്നതാണ്, ഏതെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യാവുന്നതാണ്. കാമിലായ വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതാണല്ലോ തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇസ്തിഗ്ഫാർ 100 തവണ ചൊല്ലുക, സ്വലാത്ത് 100 തവണ ചൊല്ലുക. അതിനുശേഷം ഈ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 786 തവണ ചൊല്ലാം. അതൊക്കെ ആ ഇരുത്തത്തിൽ തന്നെ ഒറ്റയടിക്ക് ചൊല്ലി തീർക്കണമെന്നില്ല.
786 തവണ ചൊല്ലാൻ വേണ്ടി നിയ്യത്താക്കിയിട്ട് അത് ചൊല്ലിത്തുടങ്ങുക. ഓക്കെ, ഏതെങ്കിലും ഒരു എണ്ണം, ഒരു 101 അല്ലെങ്കിൽ ഒരെണ്ണം ചൊല്ലിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചൊല്ലി തീർത്താൽ മതി. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിന്റെ ഇടയിലോ ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ ഇടയിലോ ഒക്കെ ചൊല്ലി തീർത്താൽ മതി. അങ്ങനെ കൃത്യമായിട്ട് ഒരെണ്ണം ചൊല്ലി തീർക്കുക. അതിനുശേഷം സൂറത്തു ശർഹ് എന്ന് പറയുന്ന അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്ത് അത് വളരെ ആത്മാർത്ഥമായി ഒരു 12 തവണ പാരായണം ചെയ്യാം. അങ്ങനെ 12 തവണ പാരായണം ചെയ്തതിന് ശേഷം ഈ ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണിക്കുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ 118 തവണ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേയിൽ അത് വലുതായി കാണിക്കുന്നുണ്ട്. പലപ്പോഴും കാണുന്നില്ല എന്ന് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري بحق كاف ها يا عين صاد حميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حميم. الله لا إله إلا هو الحي القيوم بسر الهيبة والقدرة بسر الجبروت والعظمة اجعلني من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا كذا എന്ന സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ആഗ്രഹം പ്രത്യേകം മനസ്സിൽ കൊണ്ടുവരാം. وافعل لي كذا يا رب العالمين وصلى اللهم صل على محمد وآل محمد وصلى الله على سيدنا محمد وعلى آل محمد. ഓക്കേ, അങ്ങനെ ചൊല്ലിയാൽ മതി. അപ്പോൾ ഒന്നും കൂടെ ശരിക്ക് കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري بحق كاف ها يا عين صاد حميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حميم. الله لا إله إلا هو الحي القيوم بسر الهيبة والقدرة بسر الجبروت والعظمة اجعل لي من عبادك المتقين وأهل طاعتك المحبين وافعل لي كذا يا رب العالمين. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. സ്പീഡിൽ അങ്ങ് ചൊല്ലാൻ മതി. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك بفضل بسم الله الرحمن الرحيم وبحق بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم ارفع قدري ويسر أمري واشرح صدري بحق كاف ها يا عين صاد حميم عين سين قاف ألف لام ميم ألف لام ميم صاد ألف لام ميم را حميم.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ബിസിദ്ദിൽ ഹൈബത്തി വൽ ഖുദ്റത്തി ബിസിദ്ദിൽ ജബറൂതി വൽ അളമ ഇജ്അൽനി മിൻ ഇബാദിക്കൽ മുത്തഖീൻ വഅഹ്ലി ത്വാഅതിക്കൽ മുഹിബ്ബീൻ വഫഅൽ ലി കദാ യാ റബ്ബൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതിങ്ങനെ 118 തവണ ഇതിങ്ങനെ 118 തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അതിനുശേഷം അവന്റെ ആഗ്രഹം പ്രത്യേകം അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് നടക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു മാർഗമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതില്ലേ, ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു വിഷയങ്ങൾക്കും വലിയ ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അതേതു കാര്യങ്ങൾ ചൊല്ലിയാലും. അതുകൊണ്ടാണല്ലോ 12,000 ബിസ്മിയുടെ അമല് നമ്മളത് ചെയ്തിട്ട് എത്ര മാസങ്ങളായി എന്നറിയോ. ഇന്നും അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് പറയാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാനും സംസാരിക്കാനുമാണ് അത്രമേൽ ആളുകൾ നമ്മെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ആ 12,000 ബിസ്മി, അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. അതിന് വലിയ ബറക്കത്തുണ്ട്. ആ ബിസ്മിയുടെ ബറക്കത്താണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. മഹാന്മാർ അമ്പിയാക്കളൊക്കെ അവരുടെ എല്ലാ വിഷയങ്ങളും തുടങ്ങിയിരുന്നതും അതൊക്കെ പൂർണ്ണതയിലേക്ക് എത്തിയതും അതിന്റെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ബിസ്മി മുറുകെ പിടിച്ച് ബിസ്മി കൊണ്ട് അമല് ചെയ്തപ്പോൾ അവർക്ക് വലിയ റിസൾട്ട് ലഭിക്കാൻ കാരണമായി. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ചൊല്ലേണ്ടത്. അതൊക്കെ സ്ഥിരമായി ചൊല്ലുന്നവരുണ്ട്, എനിക്കറിയാം. ഞാൻ മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഉസ്താദ്, ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് 21 തവണ ബിസ്മി ചൊല്ലിയിട്ടാണ് ഉറങ്ങാറുള്ളത്. അതൊക്കെ വലിയ ബറക്കത്തുണ്ടാവാൻ കാരണമാകും, നമ്മുടെ ജീവിതത്തിൽ ഖൈറാത്തുകൾ ലഭിക്കാൻ. അപ്പൊ നമ്മുടെ മക്കൾക്ക് ജോലി ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഈ ഒരു അമല് ചെയ്തു നോക്കുക. നല്ല നിയ്യത്ത് വെക്കുക. എല്ലാ സമയത്തും നമ്മൾ പറയാറുള്ളത് പോലെ, ഏത് അമലിന്റെ തുടക്കത്തിൽ നമ്മൾ പറയാറുണ്ട്, നിരാശ ഉണ്ടാകാൻ പാടില്ല, നെഗറ്റീവ് തോട്ട്സ് വരാൻ പാടില്ല, നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ തന്നെ ചൊല്ലണം. അപ്പൊ എങ്ങനെ ചൊല്ലണം? നല്ല നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് അമല് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ്, ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങനെ ഈ അമല് ചെയ്യുന്നത് എൻ്റെ മകന് കുറെ കാലമായി ഗൾഫിലിരിക്കുന്നു, നല്ല റാഹത്തുള്ളൊരു ജോലിയില്ല, അവന്റെ വിവാഹം ശരിയായിട്ടില്ല, മക്കളില്ലല്ലോ എന്നൊക്കെ എന്തു നിയ്യത്താണെങ്കിലും അത് കരുതാം. മോൾക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു പ്രതീക്ഷയില്ലാതെ കഴിയുന്ന പല വിഷയങ്ങളുണ്ടാകും. ഒരു നിലക്കും പ്രതീക്ഷയില്ലാതെ. ഇപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ 25-30 വർഷമായി പ്രയാസത്തിലകപ്പെട്ട ആളുകൾ, അവരൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടുണ്ടാവും. ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട്. അപ്പോ ഇനി ഒരിക്കലും അതിന് റിസൾട്ട് കാണൂല എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം വിഷയങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഇറക്കി വെക്കുക. അത് ഇറക്കി വെക്കാനുള്ള ഒരു മാർഗം കൂടെയാണിത്. അല്ലാഹുവേ, ഞാൻ ഈ അമല് ചെയ്യുന്നത് മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവേ, നീ അതിനൊരു വഴി തുറന്നു തരണേ, നീ അതിനൊരു വഴി തുറന്നു തരണേ എന്ന നിയ്യത്തോടുകൂടെ, എന്ന പ്രാർത്ഥന മനസ്സോടുകൂടെ, ദുആഇന്റെ മനസ്സോടുകൂടെ ചെയ്തു കഴിഞ്ഞതിന്റെ ശേഷം അമല് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പ്രതീക്ഷ വേണം, ഞാൻ അങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ട്, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം അതിലുണ്ടാകും. അതിനു വേണ്ടിയാണല്ലോ ഞാൻ അമല് ചെയ്തത്. എവിടോ ഇരുന്നൊരു ഉസ്താദ് പറഞ്ഞപ്പോൾ അതെനിക്ക് ചെയ്താൽ ഫലം കിട്ടുമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന ആ വിശ്വാസത്തോടുകൂടെ കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സ്ഥലവും വീടൊന്നും ഇല്ലാതെ വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുന്ന ആളുകളുണ്ടാവും, ഒരുപാട് കാലങ്ങളായിട്ട് വാടകയ്ക്ക് കഴിയുന്നവർ. അപ്പൊ അവരൊക്കെ ആ വാടകയ്ക്ക് കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല. സ്ഥലമുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ട്, എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് ക്യാഷൊക്കെ ആക്കിയിട്ട് വീട് വെക്കാൻ. സ്ഥലം പോലും ഇല്ലെങ്കിൽ ആദ്യം സ്ഥലമാവണ്ടേ. അപ്പോൾ നിരാശയോടുകൂടെ പ്രതീക്ഷയേറ്റ് കഴിയുകയായിരിക്കും.
അപ്പൊ അവരൊക്കെ നല്ല നെയ്യത്തോടു കൂടെ ഇത് ചെയ്തു നോക്കും. ഏതെങ്കിലും ഒരു വഴി അള്ളാഹു തുറന്നുതരും. നമ്മൾ മുട്ടാത്ത വാതിലുകൾ ഉണ്ടാകില്ല, എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഴി തുറന്നുതരും. 12,000 ബിസ്മിയുടെ അമൽ ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം, ആ അമല് ചെയ്തപ്പോ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ എത്രയോ സംഭവങ്ങൾ ഞൊടിയിടയിൽ നടന്നു കിട്ടിയ എത്ര അനുഭവങ്ങളാണെന്നറിയോ. മക്കളില്ലാത്തവർക്ക് മക്കളായ അനുഭവങ്ങൾ. വേറെ ട്രീറ്റ്മെന്റ് ഒന്നും അതിനെടുത്തിട്ടില്ല. 12,000 ബിസ്മിയുടെ അമല് ചെയ്തു. നമ്മൾ ഇവിടെ വരുമ്പോഴൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കുന്ന വെള്ളം അത് സ്ഥിരമായിട്ട് കുടിക്കുക. അങ്ങനെ അവര് ആത്മീയമായിട്ട് അവരുടെ ജീവിതത്തെ, അവരുടെ അമലുകളൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ക്രമീകരിക്കാൻ തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുമ്പിൽ ആ വാതിൽ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളും അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം അമലുകൾ ചെയ്യുന്നത് കാരണമായിട്ട് അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. അല്ലാഹു നമുക്ക് പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ 12,000 ബിസ്മി ചൊല്ലിയവരും അല്ലാത്തവരൊക്കെ ഈ അമല് നല്ല മനസ്സോടുകൂടെ ചെയ്തു നോക്കുക. നല്ല ആ ഞാനിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഈ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞല്ലോ. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കള് അവരൊക്കെ ബിസ്മിയുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലേ? അതൊക്കെ സംസാരിച്ചത് നിങ്ങളുടെ മനസ്സിലൊരു വുസൂഖ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മനസ്സിൽ ഈ അമല് ചെയ്യുമ്പോൾ ഒരു ആത്മവിശ്വാസവും ഉറപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞിട്ട് ഈ വിഷയം പറഞ്ഞത്. അപ്പൊ നമ്മുടെ മനസ്സിൽ അതങ്ങ് ഉറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും ലഭിക്കുമെന്ന ആ ഒരു വിശ്വാസത്തോടു കൂടെയാണ് പിന്നീട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് ഏത് ദിവസവും തിരഞ്ഞെടുക്കാം. പിന്നെ ചിലരൊക്കെ ചോദിച്ചിരുന്നു, ഉസ്താദ് പീരിയഡ്സിന്റെ സമയത്ത് ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത്. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒരു ദിക്റും കൂടെയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ദിക്റാണ് എന്ന നിയ്യത്തോടുകൂടെ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ആ നിയ്യത്തോടുകൂടെ ആ സമയത്തൊക്കെ ചെല്ലാവുന്നതാണ്. അതേപോലെ തന്നെ 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ചതാണ്, ഉസ്താദ് ഇത് എന്താ ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലി തീർക്കണമെന്നുള്ളത്. അത് നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒറ്റ ഇരിപ്പിൽ തന്നെ ചെയ്ത് തീർക്കേണ്ടത് ഇല്ല, ഇത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തീർത്താൽ മതി. ഒറ്റ ഇരിപ്പിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നവരങ്ങനെ തന്നെ ചെയ്യട്ടെ, അല്ലാത്തവർ അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തീർത്താലും മതി എന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോകളൊക്കെ കൃത്യമായി കണ്ടാൽ മതി. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയും ജീവിതത്തിൽ മുറുകെ പിടിക്കുക, അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുക. അതിന്റെ ഓരോ ഇസ്മുകളെ കൊണ്ടും നമ്മൾ അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ആ അമലുകളൊക്കെ ചെയ്തു നോക്കുക. അതൊക്കെ കൃത്യമായി എഴുതി വെച്ച ആളുകളുണ്ട്. അതൊക്കെ അതിനനുസരിച്ച് ഓരോ സന്ദർഭങ്ങളിലും ചെയ്തു നോക്കൂ. അത്ഭുതകരമാകുന്ന റിസൾട്ടുകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും.